ഹായ് ചങ്ക്സ് കിച്ചൺ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് ഞങ്ങളോട് പരിചയപ്പെടുന്നത് തികച്ചും ഹെൽത്തിയും എന്നാൽ മറ്റുള്ള ജ്യൂസുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ജ്യൂസാണ്. അതെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. അതിന് എന്തൊക്കെ വേണമെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും നമുക്കിനി വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മളേതായാലും കിച്ചണിലെത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ജ്യൂസ് എന്താ വെച്ചാൽ ചിരങ്ങ വെച്ചിട്ടുള്ള ജ്യൂസാണ്. ആർക്കും ഇപ്പോൾ ചിരങ്ങ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. വീട്ടിലെ എല്ലാവർക്കും അവൈലബിൾ സാധനമാണ്. ഇനിയിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ പോകണമെന്നില്ല ആവശ്യമൊന്നുമില്ല. മാത്രമല്ല അത് മറ്റുള്ള ജ്യൂസുകളിൽ നിന്ന് നമുക്ക് തികച്ചും ഹെൽത്തിയാണ് സംഭവം. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചിരങ്ങ. ഒരു 2 ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 4 കഷ്ണം ചിരങ്ങ എടുത്തിട്ടുണ്ട്. വലിയ ചിരങ്ങയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഈ കുരു ഇല്ല അത് കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്പുണ്ടാവും. പിന്നെ കുറച്ച് ഏലക്ക, 2 ഏലക്ക പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ നമ്മൾ 500ന്റെ ഒരു മിൽമ പാലാണ് എടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചിരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ചിരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, കണ്ടില്ലേ, ഇത്ര വലിപ്പം മതി. ഇത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് വെള്ളത്തിലിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തണുക്കാൻ വെച്ചിട്ട് വേണം ജ്യൂസ് അടിക്കാൻ. അപ്പൊ ഫ്രണ്ട്സ്, ഏകദേശം നമ്മളെ ചിരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിക്കുന്നതായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിൽ ഒരു 10 മിനിറ്റ് വേണ്ടിയില്ല, പെട്ടെന്ന് വേവും. കത്തിച്ച് വെക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഒക്കെ നല്ല പോലെ തിളക്കിണ്ട് കേട്ടോ വെള്ളമൊക്കെ. കുറച്ചും കൂടി 2 മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മേടിച്ച് വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റും കിടക്കട്ടെ. നല്ലപോലെ വേവണം, നല്ല രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തൊലി കളയാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. ചിരങ്ങ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വേണം. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്കൊന്ന് വാങ്ങി വെക്കാം. ഒരു 10-15 മിനിറ്റ് തണുക്കണത്. തണുത്തതിന് ശേഷം മാറ്റിയെടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ. ഇനി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ചിരങ്ങ ഏകദേശം തണുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇടാം ജ്യൂസ് അടിക്കാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു 2 ഏലക്കല്ലേ, ആ പൊടിച്ച് വെച്ചത് 2 ഏലക്ക ഇടാം. അതിനുശേഷം ഒരു ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിന്. ചില ആൾക്കാർക്ക് മധുരം വല്ലാതെ കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല. നമ്മളൊരു 4-5 ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ പാല് 2 ഗ്ലാസ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു 200 ml അത് മതിയോ. $500 പാക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പകുതി പാൽ എടുത്താൽ മതി. ബാക്കി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. എത്ര മതിയോ? 2 ഗ്ലാസ്. നമുക്കിനി മിക്സിയിലിട്ടിട്ടേ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അരിപ്പ് വെച്ച് അരിച്ചിട്ട് എടുക്കാം. അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണത്. ഇനി ചിലപ്പോൾ നല്ല കട്ടി ഉണ്ടാവും, പാല് വെച്ചല്ലേ. അപ്പോൾ കട്ടി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ ഉള്ളത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ആ ഏലക്കയുടെ സ്മെല്ലൊക്കെ നല്ലപോലെ വരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ് ഇട്ട് തണുപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചിരങ്ങയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളെ ഫോണിലേക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. ഇതൊന്നും ടേസ്റ്റ് ചെയ്യാം. പക്ഷെ ഈ പ്രാവശ്യം ഞാനല്ല ടേസ്റ്റ് ചെയ്യണത്. നമ്മളൊരു ചങ്ക് മച്ചാൻ ബീച്ച് കിട്ടും ഇവിടെ. ആയ വിളിക്കാം. ബിജു
വാടാ ഒന്ന് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് സംഭവം. എങ്ങനെയുണ്ട്? എന്നോടല്ല ഇവരോട് പറയണേ, ഇവരാണ് ഉണ്ടാക്കിയത്. സംഗതി കിടക്കുന്നുണ്ട്. അപ്പൊ സംഗതി കിടക്കിട്ട് നമ്മളെ മച്ചാ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത എപ്പിസോഡ്. ബൈ.